നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു ഹോളോഗ്രാമാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. 2 കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടെ ഞാൻ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കത്രിക ഉപയോഗിച്ചിട്ട് കാർഡ്ബോർഡിൻ്റെ സെൻട്രൽ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. 2 ഭാഗവും സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാർഡ്ബോർഡിൻ്റെ പീസും ഇതുപോലെ സെയിം രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. 4 ഭാഗവും ഒരേ രീതിയിൽ വരുന്നത് പോലെ വേണം ഈ കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ലൈനും കൂടെ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ 2 ലൈൻസ് അതിൽ വരച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ 2 കാർഡ്ബോർഡ് പീസിലും വരച്ചെടുത്തതിന് ശേഷം ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ആ വരച്ച ഭാഗം നമ്മൾ സൈഡൊന്നും കീറി പോകാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ബാക്കി വരുന്ന ആ ഭാഗം നമുക്ക് ആ കത്രിക ഉപയോഗിച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഈ രീതിയിൽ നമ്മൾ 2 പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തതിന് ശേഷം ഈ 2 കട്ട് ചെയ്ത ഭാഗങ്ങളും അതിലേക്കൊരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്ത ഫസ്റ്റ് പീസ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ അത് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടി സൈഡിലൂടെ നമ്മൾ ഒന്നും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ലാസ്റ്റ് പീസും നമ്മൾ ഇതുപോലെ അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ 2 സൈഡും ഇളകി പോരാത്ത രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് കാർഡ്ബോർഡ് പീസ് എടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്വയർ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്ക്വയർ വരച്ചതിന് ശേഷം ആ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. 4 ഭാഗവും നമ്മൾ ഇതുപോലെ ലൈൻ ഇട്ടതിന് ശേഷം യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ വരച്ചെടുത്ത ഭാഗമാണ് നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ച ഈ ഭാഗങ്ങൾ നമ്മൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ആദ്യം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കി വരുന്ന ഈ ഭാഗങ്ങൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സെൻറ്റർ ഭാഗം നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ രൂപത്തിൽ കിട്ടുന്നതാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മുകൾ ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. 2 ഭാഗവും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് പേപ്പറാണ്. ഇതുപോലത്തെ ഗ്ലാസ് പേപ്പർ നമുക്ക് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഈ ഗ്ലാസ് പേപ്പർ നമ്മളൊരു റെക്റ്റാങ്കിൾ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്ത് വെച്ച ഭാഗമാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാർഡ്ബോർഡ് ബോക്സിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ നമ്മൾ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
കട്ട് ചെയ്ത് വെച്ച ഈ പീസ് നമ്മൾ ആ കാർഡ്ബോർഡ് ബോക്സിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇറക്കി വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഗ്ലാസ് പേപ്പറിൻ്റെ സൈഡ് ഭാഗമൊന്നും ചുളിയാതെ നോക്കണം. ഇതുപോലെ നല്ല കറക്റ്റ് ഫിറ്റായിട്ട് വേണം അതിൽ വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഹോളോഗ്രാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് യൂട്യൂബിൽ ഹോളോഗ്രാം വീഡിയോ എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ കാണുന്ന ഈ വീഡിയോ പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ മൊബൈൽ ഫോൺ ആ കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. നൈറ്റിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ആ വീഡിയോ ഹോളോഗ്രാം രീതിയിൽ കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ കുറച്ച് സാമ്പിൾ വീഡിയോസ് ഇതിൻ്റെ കൂടെയുണ്ട്.